എനിക്ക് നന്ദി പറയാനുള്ളത് അനുമോളോടാണ്. ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു. അവളുടെ തന്നെ ഞാൻ പല പ്രാവശ്യം മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട്. ജോക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പറയുന്ന കാര്യത്തിന് ഒരു ഇത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആദിലേക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോളാണ്. ഞാൻ വിചാരിക്കുക അപ്പൊ അഭിനയിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഒരു ടൈം വരുമ്പോൾ അതെന്തിനോ ആവട്ടെ, ഗെയിമോ എന്തോ വാട്ട് എവർ, അത് ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ച് നിൽക്കാൻ പറ്റും. ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അനുമോളാണ്. താങ്ക് യു ഫോർ ദാറ്റ്. വല്ലാണ്ടിരിക്കാൻ പറ്റുമോ? വേറെന്തോ സംസാരം നടക്കുന്നുണ്ട്, എന്താന്ന് എനിക്കറിയില്ല. എന്തോ നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് സംസാരിച്ചില്ല. ശ്രദ്ധിച്ചോണ്ടോ സൂക്ഷിച്ചോണ്ടോ. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവരെ ഉണ്ട്. അതിലേക്ക് ജയിക്കാൻ വേണ്ടി അതിലേത് അറ്റം വരെയും പോവും. ആ ഒരു ക്യാരക്ടർ ഉണ്ട് അവർക്ക്. അതിലൊക്കെ ആ ഒരു സ്വഭാവം എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയത്തില്ല. ജയിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്തും കാണിക്കും, എന്തും പറയും. എൻ്റെ അടുത്ത് എന്തായാലും അപ്പാനിയും പറഞ്ഞു, നിൻ്റെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പുറത്തെടുത്ത് വിടട്ടെ, നീ ഒരു മൂലയിൽ പോയിരിക്കുന്നൊക്കെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. നീ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒന്നുമില്ല. നോക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞ എപ്പിസോഡിൽ അക്ബറിനെ അന്ന് ആ ടൈമിൽ നടക്കുന്ന പ്രശ്നം അതായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പൊ അവൾ ഇങ്ങോട്ട് ചോദിച്ചതാണ്, പറ. അപ്പൊ അവൾക്കും അന്ന് അക്ബറിന് നല്ല ദേഷ്യമായിരുന്നു. അവൾ ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് ഇതാണ് നോക്കിക്ക് ഒരു അവസരം കിട്ടുമ്പോഴേ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് എന്താണ് ഞാൻ പറഞ്ഞുള്ള കാര്യം എനിക്കറിയാം. ഇല്ല, അത് സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ അവിടെ ഇരുന്നപ്പോ. എനിക്കത് അറിയണമല്ലോ ഞാൻ എപ്പോഴാണ് കൊടുത്തതെന്ന്.